ഹെന്ന പേസ്റ്റ് വളരെ സ്മൂത്തായിട്ടും ചില സമയത്ത് കോൺ സ്റ്റക്ക് ആവുന്നുണ്ടോ? കോൺ റോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മിസ്റ്റേക്കാണ് ഇതിന് കാരണം. ഇപ്പോൾ പലതരത്തിലുള്ള പിന്നുകൾ അവൈലബിൾ ആണ്. തിക്കായിട്ടുള്ള പിന്നുകളും തിന്നായിട്ടുള്ള പിന്നുകളും ഒക്കെ ഉണ്ട്. ഇതിൽ തിന്നായിട്ടുള്ള പിന്ന് വെച്ചിട്ട് കോൺ റോൾ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സ്റ്റക്ക് ആവുന്നത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതായത് 0.38, 0.45 ഈ ടൈപ്പ് പിന്നുകൾ വെച്ച് റോൾ ചെയ്യുന്ന സമയത്താണ് സ്റ്റക്ക് ആവുക. അതുപോലെ കോണിൽ നിന്ന് പേസ്റ്റ് പുറത്തു വരാനായിട്ട് കൂടുതൽ പ്രഷർ ഉപയോഗിക്കേണ്ടി വരിക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ ആവുന്ന സമയത്ത് സാധാരണയായിട്ട് എല്ലാവരും ചെയ്യാറുള്ളത് ടിപ്പൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ പോലും ചില സമയത്ത് ഈ ഒരു പ്രശ്നം സോൾവ് ആവാറില്ല. അതിനൊരു ചെറിയൊരു കാരണം മാത്രമേ ഉള്ളൂ. നമ്മൾ കോൺ റോൾ ചെയ്യുന്ന സമയത്ത് പിന്ന് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് കോൺ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ടൈറ്റായിട്ട് റോൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പിന്നെ വലിച്ചു കൊടുത്താൽ മതി. നല്ല ടൈറ്റായിട്ടിരിക്കുന്നത് കാണാം. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അല്ലെങ്കിൽ തന്നെ ഈ പിന്നുകൾ വളരെ തിന്നാണ്. പിന്ന് വെച്ച് റോൾ ചെയ്യുന്ന സമയത്ത് അത്രയും ചെറിയ സ്പേസ് കൂടെ വേണം കോണിൽ നിന്ന് പേസ്റ്റ് പുറത്ത് വരാനായിട്ട്. ഇങ്ങനെ ടൈറ്റ് ചെയ്തും കൂടി നമ്മൾ കോൺ റോൾ ചെയ്യുകയാണെങ്കിൽ പേസ്റ്റ് പുറത്ത് വരാനായിട്ട് എക്സ്ട്രാ പ്രഷർ നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ അധികം ടൈറ്റ് ആക്കാതെ നമ്മൾ വലിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് പുറത്തേക്ക് വരുന്നത് പോലെ റോൾ ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരേ സൈസിൽ എങ്ങനെ ഹെന്ന കോൺ റോൾ ചെയ്യാമെന്ന് അറിയണമെങ്കിൽ താഴെ കോൺ എന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്ത റീലായിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങൾക്കറിയുന്ന ഒരു ഹെന്ന ആർട്ടിസ്റ്റിനെ ഷെയർ ചെയ്യൂ. ഹെന്ന മിക്സോളജിനെ കുറിച്ചും ഹെന്ന ഡിസൈനിങ്ങിനെ കുറിച്ചും കൂടുതലായിട്ട് അറിയാനായിട്ട് പേജ് ഫോളോ ചെയ്യൂ. താങ്ക്